ആവശ്യക്കാരൻ്റെ മുമ്പിൽ ഇറങ്ങി വരാൻ മനസ്സുള്ള ഒരാളുടെ പേര് ചോദിച്ചാൽ ഞാൻ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പേര് പറയും. അതിന് കാരണം നൂറ്റാണ്ടുകളായി കണ്ണുനീരോടെ കാത്തിരുന്ന ഒരു ജനത മിശിഹായെ സ്വപ്നം കണ്ടു. പിതാവ് തൻ്റെ മകനെ നൽകാൻ തീരുമാനിക്കുന്നു. പിതാവിൻ്റെ ഹിതം അതാണെന്നറിയുമ്പോൾ, ജനതയുടെ കണ്ണിന് ഉത്തരം അതാണെന്നറിയുമ്പോൾ അവൾ തൻ്റെ സ്വപ്നങ്ങളെ മാറ്റിവെച്ച് അതേ എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. ഒടുവിൽ മകൻ്റെ മൃതശരീരം മടിയിൽ കിടത്തുമ്പോഴും എല്ലാം അവസാനിച്ചുവെന്ന് ചുറ്റുമുള്ളവർ ചിന്തിച്ചു. പക്ഷേ ശിഷ്യന്മാരെയും വിളിച്ചുകൂട്ടി അവൾ പ്രാർത്ഥിച്ചു. എങ്ങനെയാണോ ദൂതൻ സ്വർഗം വിട്ടിറങ്ങി വന്നത്, അതുപോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ കാരണമായി ഭൂമിക്ക് പുതിയൊരു തുടക്കമായി. ഫാത്തിമയിലും ലൂദിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെ ജനത്തിൻ്റെ കണ്ണുനീരിൻ്റെ പ്രതിഫലമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയും കണ്ണുനീരിൻ്റെ ഫലം അവൾ കാണാതിരിക്കില്ല. സ്വർഗം വിട്ടിറങ്ങി വരാൻ തക്കവിധത്തിൽ ബലമുള്ളൊരമ്മ നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിശ്വാസവും ആശ്വാസവും.